കുവൈറ്റ് സ്റ്റൈലിലുള്ള നല്ല അങ്കമാലി മാങ്ങാക്കറിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കമാലി മാങ്ങാക്കറിയുടെ പകുതിയും പിന്നെ ബാക്കിയൊക്കെ കുവൈറ്റിൽ വെച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മുടെ വിഷ്ണു ചേട്ടൻ തയ്യാറാക്കിയെടുക്കുന്ന ഒരു മാങ്ങാക്കറി. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ പാചകത്തിനെ പറ്റിയാണോ പറയാൻ പോകുന്നതെന്ന്. അല്ല കേട്ടോ, നമ്മൾ ചാച്ചായ്ക്കും അമ്മച്ചിക്കും വേണ്ടിയിട്ട് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇവിടെ എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. ഇന്ന് മെയ് 31 അവരുടെ 35ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഇന്നെന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഇന്നലത്തെ കാര്യമായിരുന്നു കേട്ടോ. ഇന്നാണ് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ സാധിക്കുന്നതും അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതും. അപ്പോൾ അവരുടെ 35ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ വലുതായിട്ടല്ലെങ്കിലും ചെറിയ രീതിയിൽ ഒരു ആഘോഷം നടത്തണം എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതൊന്നല്ല വിചാരിച്ചിരുന്നത്, വലിയ രീതിയിൽ തന്നെ ആഘോഷം നടത്തണം എന്നായിരുന്നു. പക്ഷെ നമ്മുടെ അവസ്ഥ ഇപ്പോൾ ഇതായതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിലെങ്കിലും ആഘോഷിക്കാമെന്ന് കരുതി. ചെറിയ രീതിയിലുള്ള ജലദോഷവും കാര്യങ്ങളൊക്കെ സൗണ്ടൊക്കെ പോയി കിടക്കാട്ടോ. അപ്പോൾ ഇതേ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് പതിപോലെ വന്നു. പിന്നെ നമ്മുടെ അഖില ചേച്ചി വന്നിട്ടുണ്ട്, അമ്മയുടെ ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ടുണ്ട് കേട്ടോ. നല്ല സന്തോഷമായിട്ട് എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു കേക്കൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്ത് നല്ല രീതിക്ക് ആഘോഷിക്കാമെന്ന് കരുതി. സുറുവിൻ്റെ വിചാരം ഇത് സുറുവിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ ആൾ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആൾക്കും നല്ല രീതിക്ക് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായാലുണ്ട്, നല്ല ക്ഷീണവും എല്ലാം ആയിരുന്നു കേട്ടോ. അതിൻ്റെ ചെറിയൊരു ഭാഗം പോലെ എൻ്റെ സൗണ്ടും പോയി കിടക്കാണേ. അതുകൊണ്ടാണ് ഇങ്ങനെ സൗണ്ടൊക്കെ വല്ലാണ്ടായിട്ടിരിക്കുന്നത് കേട്ടോ. ഇടയ്ക്കുള്ള ശബ്ദത്തിലുള്ള വിറയലും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ചെറിയ രീതിയിൽ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു. ക്ഷമിക്കണം, ബർത്ത്ഡേ അല്ല, വെഡ്ഡിങ് ആനിവേഴ്സറി. ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോയിട്ടു. അപ്പോൾ ഇതാണ് എൻ്റെ ചാച്ചായും അമ്മച്ചിയും. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. അതിങ്ങനെ രീതിയിൽ ആഘോഷിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ എല്ലാവരും ഒന്നും വിളിക്കാൻ സാധിച്ചില്ലെങ്കിലും കുറച്ച് പേരെ വിളിച്ചു. വന്നവരെല്ലാവരും തന്നെ നല്ല രീതിയിൽ ആഘോഷിച്ച് നമുക്ക് പോകാനും പറ്റിയിട്ടോ. ഇളയ നാത്തൂൻ വന്നിട്ടുണ്ടായിരുന്നു, മൂത്ത ആൾക്ക് വരാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടി നല്ല സന്തോഷമായിട്ട് കൂടി കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചിരുന്നു. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് ചെറിയ രീതിയിൽ ഡാൻസൊക്കെ കളിക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ ഒരു സന്തോഷം ഇതൊക്കെ തന്നെയാണ്. പക്ഷേ വേറൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ഞങ്ങളിത് ഒരുപാട് നാളത്തെ പ്ലാനിങ് ആണ് ഈ രീതിയിലുള്ളൊരു റീൽ എടുക്കുക എന്നുള്ളത് കേട്ടോ. അത് ഇത്തവണ സാധ്യമായതിൽ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷമുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചേച്ചി പോയിട്ട് കുറച്ച് ഇറച്ചിയൊക്കെ എടുത്ത് മാറ്റി വയ്ക്കും കേട്ടോ. കുറച്ച് നേരം കൂടി കഴിഞ്ഞ് ഇതൊന്നും നമുക്ക് കിട്ടുപോലുമില്ല. അത് ഞങ്ങൾക്ക് അറിയാവുന്ന അന്നം കൊണ്ടാണ്. ഇതെൻ്റെ അനിയനാണ് കേട്ടോ. ഞാനും അവനും കൂടി ഏകദേശം ഒരേ ഹെയർ സ്റ്റൈലാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കളിയാക്കുന്നത് കേട്ടോ. അവൻ മുടി നീട്ടി വളർത്തിയതാണ്, ഞാൻ പോയി മുടി വെട്ടിക്കളഞ്ഞതുമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് റീലെടുക്കലും കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ. നല്ല മാങ്ങാക്കറി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ നല്ല സാലഡും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അച്ഛനാണ്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കുകയും ഫുഡ് കഴിക്കുകയും ഒക്കെ ചെയ്തു. കുട്ടികളുടെ പകുതി നല്ല രീതിക്കുള്ള ഡാൻസ് കളിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾക്കൊക്കെ ഞങ്ങളിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പങ്കുവെച്ച് കഴിക്കുന്നത് ഞങ്ങൾക്കൊരു പ്രത്യേകമായി ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരിക്കൊടുത്ത് നല്ല രീതിക്ക് ആഘോഷിച്ചു കേട്ടോ. അങ്ങനെ എനിക്കും അതിൻ്റെ ഒരു പങ്ക് കിട്ടി കേട്ടോ. ഞങ്ങൾക്കിടെ വിശേഷ അവസരങ്ങളിൽ ഇതൊരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. വീഡിയോ എടുക്കലും വാരി കഴിക്കലും കൂടി ഒരുമിച്ച് നടക്കുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുട്ടികളും ഞങ്ങളും എല്ലാവരും കൂടിയിട്ട് ചെറിയ ഡാൻസ് കളിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി പാട്ടൊക്കെ വെച്ച് കളിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ നമ്മൾ മറികടക്കാൻ നേരത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെയാണ് നമ്മളതിനൊന്ന് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. എന്നും നമുക്ക് ടെൻഷൻ അടിച്ചും സങ്കടപ്പെട്ടും കാര്യങ്ങളായിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഓരോ സന്തോഷവും കാര്യങ്ങളൊക്കെ വേണ്ടേ. അത് മറ്റുള്ളവരുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും ഒരുപാട് വിലയുള്ളതാണ് കേട്ടോ.
അങ്ങനെ എല്ലാ ആഘോഷങ്ങൾക്കൊടുവിൽ രാത്രി 1 മണി 2 മണി നേരത്ത് നമുക്ക് ചാച്ചായിക്ക് പണിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. ചാച്ചായി ഇറച്ചിയൊക്കെ വെട്ടാൻ പോകുന്ന ഒരാളാണ്. അപ്പോൾ ആളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഉദ്ദേശം വേറൊന്നും കൊണ്ടല്ല, തിരിച്ച് പോരുന്ന വഴിക്ക് ഒരു ചായ കുടിക്കുക. ഈ വെളുപ്പാങ്കലത്തൊരു ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക രസം തന്നെയാണല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്കമാലിയിൽ നിന്ന് ഓരോ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ പോയിട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട.